എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. എമ്പുരാനെ എന്താണത് ഇപ്പൊ കേട്ടത്? അതെന്താന്ന് എനിക്കറിയില്ല. ആരെയും തെറി വിളിക്കുന്ന പോലെ തോന്നി. അങ്ങനെയല്ല, മരണമണിയാണ്. ചിരി എത്ര പെട്ടെന്നാ പറയുന്നത്. ആ റിയാക്ഷൻ കണ്ടോ? പെട്ടെന്നേ ഞാൻ ആ കാര്യം ഞാനിങ്ങനെ മണിയും കൂടെ അടിച്ചു തരും. ഒറ്റയും പെട്ടയും അടിക്കാം നമുക്ക് പള്ളിയിൽ. അതെ, സത്യമായിട്ട് കൂട്ടമണി അടിക്കുന്നത് അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എമ്പുരാനെ എന്ന് പറഞ്ഞ ആ പാട്ടിലേക്ക് ആ വൈബിലേക്ക് വരായിരുന്നേ, മനസ്സിലേക്ക് പെട്ടെന്നൊരു മിന്നല് പോലെ അങ്ങ് കയറി. ദൈവമേ, ഇപ്പൊ അവൻ എമ്പുരാനെന്ന് വിളിച്ചില്ലേ? 27-ാം തീയതി എന്നെ വിളിയുണ്ടോ? അയ്യോ, എന്തായാലും നമ്മുടെ ടൊവിനോ ഐഡന്റിറ്റി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ക്ലബ് എഫ്എമ്മിൽ വന്നപ്പോൾ എമ്പുരാൻ സിനിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് അധികം പറഞ്ഞിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റോളം ഉണ്ട്. അതെ. അപ്പൊ എന്തായാലും അതില് ഡോളിയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ, നമ്മുടെ ഭാവിയെ കുറിച്ച് എന്തെങ്കിലും അതിൽ നിന്ന് സൂചന കിട്ടുമോ, നമ്മുടെ മരണമണി അന്ന് മുഴക്കോ എന്നുള്ളതൊക്കെ അതിൽ നിന്ന് അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാത്തിരുന്നോ? ഇരിക്കത്തേ ഉള്ളൂ അറിയില്ല. ഡോളി ഇല്ല എന്നൊക്കെ പറഞ്ഞാലോ? അതിപ്പോ പറഞ്ഞു പോവാണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം. ശരിയാണല്ലോ. അത് ഇവര് പറയുന്നില്ലല്ലോ, നമ്മളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചോണ്ടിരിക്കല്ലേ. നമ്മളിങ്ങനെ അറവുമാടുകളെ പോലെ നിർത്തിയേക്കാണ്. അല്ല, അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോ അതെ, 2 കുറഞ്ഞു കിട്ടിയ അറവുമാടുകളാണ്. തീറ്റയും വെള്ളമൊക്കെ തന്നിങ്ങനെ നിർത്തിയേക്കാണ്. അന്ന് അറക്കും, ഹൈപ്പിന് ഹൈപ്പുമായി. അതാ പറഞ്ഞേ. ആ സമയത്ത് ബലിയാടാക്കാൻ 2 ആളുണ്ട് താനും. ആദ്യം ജീവിതത്തിൽ ആദ്യമായിട്ടല്ല, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ബലിയാടാകുന്നത്. എന്തായാലും എന്താ കുറിക്കാൻ പോകണം. എന്തായാലും ടൊവിനോ പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. കാണുന്നില്ല. ടൊവിന്റെ അടുത്തേക്ക് വരാണ് എമ്പുരാൻ. ഇത്തവണ ഞങ്ങൾ എന്ത് മാസാണ് പ്രതീക്ഷിക്കണ്ടേ? ഞാൻ കണ്ടിടത്തോളം അത് ലൂസിഫർ എന്നുള്ള സിനിമയേക്കാൾ വലിയൊരു സിനിമയാണ്. വലിപ്പത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു കുറെ അതിനേക്കാൾ കഥാപരമായിട്ടും ഇച്ചിരി ബിഗർ ക്യാൻവാസിലാണ്. അതിപ്പോ ലൂസിഫർ എന്നുള്ള സിനിമ തീരുന്ന പോയിന്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അവിടെ നിന്നാണല്ലോ എമ്പുരാൻ തുടങ്ങുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. എന്റെ ക്യാരക്ടറാണ് അതേപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ ക്യാരക്ടർ ഉള്ളത്. നല്ല ഒരു 2-3 ദിവസമെങ്കിലും അല്ലെ 3-4 ദിവസം കൂടുതൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുണ്ടാവും ഈ സിനിമ. പക്ഷെ ഞാൻ എപ്പോഴും രാജുവിന്റെ ഡിറക്ഷനിൽ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര സുഖമാണ്. ഒന്നാമത് പുള്ളിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്, ഭയങ്കര പ്രിസൈസ് ആണ്. അപ്പൊ നമ്മള് പെർഫോമൻസിനെ പറ്റിയിട്ട് നമ്മള് വേറെ വറി ചെയ്യേണ്ട കാര്യമില്ല, പുള്ളി നോക്കിക്കോളും. നല്ല രസമാണ്. അങ്ങനത്തെ ഒരു ഭയങ്കര കോൺഫിഡന്റ് ഉള്ള പ്രിസൈസിൽ എന്താ വേണ്ടതെന്നൊക്കെ അറിയാവുന്ന ഒരു ഡയറക്ടർ. പക്ഷെ നമുക്ക് വേറെ കൗതുകം കൂടെ ഉണ്ട്. ഇവിടുത്തെ ഒരു ടോപ്പ് മുൻനിരയിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ്. ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുള്ള 100-ലധികം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. ആ എക്സ്പീരിയൻസ് മുഴുവൻ, അതായത് ഇപ്പോ പഴയ ജനറേഷന്റെ ആ ഒരു പുതിയ ജനറേഷന്റെ ഒക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് സിനിമ എന്ന ഒരു ഇവിടുത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു നടനും കൂടെ ആകുമ്പോൾ അത് ഭയങ്കര കൗതുകമാണ് വർക്ക് ചെയ്യാനായിട്ട്. അതാണ് എനിക്ക് എമ്പുരാനും ലൂസിഫറൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ കൗതുകം അതാണ്. ഇങ്ങനെയായിരിക്കും ഇത് കഴിയുമ്പോ ഞാനെന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യും. മറ്റേ ഒരു സുഖാന്ത് ഗോയൽ എന്നുള്ള ആക്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിയുമ്പോ ഞങ്ങള് ഒരു ഷോട്ട് കഴിയുമ്പോഴത്തേക്കും കട്ട് ഷോട്ട് ഒക്കെ എന്ന് പറയുമ്പോ ഷോട്ട് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അത് പ്ലേ ബാക്ക് ഒക്കെ നോക്കിയിട്ടാണ് സാധാരണ നമ്മള് 90% സിനിമകളിലും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ കട്ട് ഷോട്ട് ഒക്കെ എന്താ പറയണേ, അതായത് ഷോട്ട് എടുത്തിരുന്ന അപ്പൊ നെക്സ്റ്റ് ഷോട്ടിന്റെ പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. ഞാനിങ്ങനെ സുഖാന്തിട്ട് പറയാം, സുഖാന്ത് കണ്ട അത് ലൂസിഫറിലും അങ്ങനെയായിരുന്നു, ഭയങ്കര പ്രൊഫഷനാണെന്ന് പറഞ്ഞിട്ട് അടുത്ത ഷോട്ട് എടുക്കാണ് കട്ട് ഷോട്ടൊക്കെ ബ്രേക്ക് ലാസ്റ്റ് ഷോട്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കി ചേട്ടാ. പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല. അതാ ഞാൻ പറയണത്, എന്താണ് എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവുകയും ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുകയും ചെയ്താൽ മാത്രമേ എമ്പുരാൻ പോലൊരു സിനിമ ഡയറക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാനിങ്ങനെ ആലോചിച്ചു, വേറെ ആര് ചെയ്താൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും? കാര്യം അവിടെ സെറ്റിൽ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് പുള്ളിയുടെ ഡയറക്ഷൻ ടീമിന്റെ ആണെങ്കിലും എല്ലാവരുടെയും പുള്ളി അവരുടെ ടേക്ക് കെയർ ആണ് ഭയങ്കര അടിപൊളിയാണ്. ഇവർക്ക് സമയാസമയങ്ങളിൽ ഇവർ ഭയങ്കര പണിയെടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ
ഗുജറാത്ത് കെജികളൊക്കെ അന്ന് നമുക്ക് മഴയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സമയം. അപ്പൊ ഇവർക്കും ഒരു വർഷമായിട്ട് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫെറ്റീഗ് ഉണ്ടാവില്ല. അതിന് ഇവർക്ക് പാർട്ടി കൊടുക്കുക, ഇവരെ അങ്ങനത്തെ ടേക്ക് കെയർ ചെയ്യുന്ന പരിപാടികളും ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കൊറേ തെരുവിളി കേൾക്കുന്നല്ലേ, ഒന്ന് ഇടയ്ക്ക് നന്നാക്കിയേക്കാം. പിന്നെ ഇടയ്ക്കൊരു പാർട്ടിയൊക്കെ വേണ്ടേ? അതെ, പുഷ്പ പാർട്ടി ഉണ്ട്, പാർട്ടി ഉണ്ട് പുഷ്പ. നമുക്കും അതെ, ഇടയ്ക്ക് അതിങ്ങനെ ഓർമ്മ ഇങ്ങനെ വരണം, അല്ലെങ്കിൽ ചിരി നിനക്ക് കുറച്ച്. അല്ല, അത് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും എപ്പോഴും മരണത്തെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. സത്യം. ഇല്ലെങ്കിൽ നമുക്ക് അഹങ്കാരം കൊണ്ട് നമ്മൾ മതി മറന്നു പോകും. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു സാധനമുണ്ട് നമ്മള്. അത് മാത്രല്ല, എന്നാലും ഇങ്ങനെ അത് മാത്രല്ല തിയേറ്ററിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ളതല്ലേ. അതല്ലേ, അത് മാത്രല്ല, നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു ത്രില്ല് വേണം, അതിൽ സങ്കീർണത വേണം, സസ്പെൻസ് വേണം, എപ്പോഴും അതിൻ്റെ ഒരു സാധ്യത, എപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക ത്രില്ല്. ആ ത്രില്ല് നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ആ ത്രില്ലിലല്ല ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നത്. ആ ത്രില്ലിലാണ് പ്രേക്ഷകർ കിട്ടുന്നില്ലേ. അത് ഉണ്ടെങ്കിലോ, ഇനിയിപ്പോ ഇവര് പറയുന്നത് പോലെ ബിരിയാണി കൊടുത്തെങ്കിലോ എന്ന് പറയുന്ന ഒരു ത്രില്ലില്ലേ നിങ്ങൾക്ക്? ഇനി ഇല്ലെങ്കിൽ നമ്മുടെ നെഞ്ചത്ത് കയറാം എന്നുള്ളൊരു ത്രില്ലും ഇല്ലേ? അതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ആഘോഷിക്കാം എന്നുള്ള ത്രില്ല് ഞങ്ങൾക്കുണ്ട്. അതുപോലെ ഇല്ലെങ്കിൽ അനുഭവിക്കാം എന്നുള്ള ത്രില്ല് നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുള്ളത് ഞങ്ങൾക്ക് ത്രില്ലാണ്. എന്റെ പൊന്നോ, എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ. സിനിമയെ കുറിച്ച് വരാം. സിനിമയെ കുറിച്ച് ടോവിനോ ഫസ്റ്റ് തന്നെ പറയുന്ന സാധനം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമേനെക്കാട്ടിലും വലിയ സിനിമയാണെന്ന്. പക്ഷെ പൃഥ്വിരാജ് പറയുന്നത് ഇതൊരു ചെറിയ സിനിമയാണെന്ന്. ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സംഭവം, എല്ലാം അഭിനയിച്ച ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുള്ളത് വലിയ സിനിമയാണ്. പൃഥ്വിരാജ് ലൂസിഫർ അല്ലേ ചെറിയ സിനിമ എന്ന് പറഞ്ഞേ? എമ്പുരാൻ ചെറുതാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്റർവ്യൂല് നിന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞെന്ന്? ഇതൊരു ചെറിയ സിനിമ ചെറുതാന്ന് പറഞ്ഞിട്ടേ ഇല്ല പൃഥ്വിരാജ്. പോക്കോണോ അവിടുന്ന് നോക്കിക്കോ, നോക്കിക്കോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ആ മറ്റേ സാധ്യത, ആ ലീ എന്നുള്ള സാധനം ഫുള്ളായിട്ട് അതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഈ ഒരു സാധനം അതെനിക്ക് തോന്നി. ആ വഴിയൊക്കെ സഞ്ചരിക്കുന്ന കണ്ടപ്പോൾ തന്നെ തോന്നി. ഓക്കെ. പിന്നെ മറ്റൊന്ന്, അതായത് ഈ സിനിമ വലുത് എന്നുള്ളത് മാത്രമല്ല, പിന്നെ 100 അധികം സിനിമകൾ ചെയ്ത ഒരാളാണ്. അതിൻ്റെ എക്സ്പീരിയൻസ്, അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എക്സ്പീരിയൻസ് വരില്ല എന്നാണ് കേട്ടോ ഞാൻ ആ സമയത്ത് പറഞ്ഞത്. അതായത് നമ്മുടെ ലാലേട്ടൻ 400-ലേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ബാരോസിൽ കാണാൻ പറ്റിയിട്ടില്ല. അതായത് ഡയറക്ടറിൻ്റെ ഒരു വിഷനുണ്ട്. ആ ഒരു വിഷനുള്ളവർക്ക് മാത്രമേ ഈ ലെവലിൽ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തായാലും നമ്മുടെ പൃഥ്വിരാജിനുണ്ട്. അത് ഓൾറെഡി ഫസ്റ്റ് സിനിമയിലൂടെ തന്നെ അത് തെളിയിച്ചു തന്നതാണ്. അത് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിലൂടെ അത് ആൾക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത്. ഇനി അതെന്താണെങ്കിലും ഇപ്പം ടോവിനോ പറയുന്ന ഒരു സംഭവമുണ്ട്, ഡയറക്ടർ വിഷൻ എന്ന് പറഞ്ഞൊരു സാധനം. അതായത് ഒരു ഷോട്ട് കാണുക പോലും ചെയ്യാണ്ടാണ് ഓക്കെ പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ആള് ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ആള് തന്നെ ചെയ്യിപ്പിച്ചോളൂന്ന്. ഇതിൽ ലാലേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡയറക്ടർ എന്ന നിലയിൽ പൃഥ്വിരാജ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ സംഭവത്തെ ഒരു കഴിവ് കൂടി ഉണ്ട്. അതായത് ഇത്രയും വലിയ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പല ഡയറക്ടേഴ്സിനും പറ്റാതെ പോകുന്നൊരു സംഭവം അതാണ്. ഈ ലൂസിഫറിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കണ്ടതാണ്, എത്രയോ ജനങ്ങളെയാണ്. അതും നമുക്ക് ഒരാളിലും ഒരു ഇത് തോന്നൂല, എന്തെങ്കിലും ഒരു മോശം നമുക്ക് ഫീൽ ചെയ്യില്ല. ഈ ക്രൗഡൊക്കെ പ്രത്യേകിച്ച് അതും സ്ക്രീനിൽ മൊത്തത്തിൽ കൊണ്ടുവരുമ്പോഴേ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു നോട്ടം പോലും പാളിക്കഴിഞ്ഞ പ്രശ്നമാണ്. അപ്പോൾ അതിനൊക്കെ എത്ര റേറ്റേക്ക് പോകണമെന്നറിയോ? അതൊക്കെ കൺട്രോൾ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആളുടെ ഒരു പവർ. അത് ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലെ തന്നെ അത്രത്തോളം ആൾക്കാർ നിറഞ്ഞ, അതായത് വലിയ സ്റ്റാറുകൾ നിറഞ്ഞ സിനിമയാണ് എമ്പുരാൻ. അപ്പോൾ അത് നിയന്ത്രിക്കണമെങ്കിൽ തന്നെ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെന്താ, അത് എന്തായാലും ഒരു ഗംഭീര സിനിമ സംഭവിക്കാൻ പോകുന്നു. പിന്നെ വളരെ നല്ലതാവട്ടെ. പിന്നെ ഇതിന്റെ ഒരു എമ്പുരാന്റെ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി 25-ാം തീയതി ടീസർ പുറത്തു വരും എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ജനുവരി 1-ന് 12/1 ഇത് വരും എന്നുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, ഒരു റൂമർ. അത് സംഭവിച്ചില്ല. മേ ബി അത് ജനുവരി 25-ന് സംഭവിക്കാം. റൂമറുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമറുകളൊക്കെ തെറ്റുന്നുണ്ട്. ഇതൊക്കെ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം.
ഒരൊറ്റ റൂമർ മാത്രം ശരിയായാൽ മതി. ഇപ്പൊ നമ്മളോട് അന്ന് പറഞ്ഞ ആ റൂമർ നമുക്ക് പറഞ്ഞു തന്ന ആള് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് എന്റെ ദൈവമേ ഒന്നും നടന്നാ മതിയായിരുന്നില്ല ഈ അവന്മാര്. അല്ല സത്യം പറയട്ടെ, അത് നമുക്ക് അത്രത്തോളം വിശ്വാസമുള്ള ഒരു സോഴ്സിൽ നിന്നാണ് നമ്മളിത് അറിഞ്ഞിട്ടുള്ളത്. അത് സത്യം തന്നെയാണ്. പക്ഷേ ആൾക്ക് പോലും 50% പ്രതീക്ഷയുള്ളൂ ഇപ്പോൾ. അതിന് കാരണം അതിനുശേഷം കുറേ സമയങ്ങൾ കടന്നുപോയി. അതെ, പിന്നെ അതിൻ്റെ ആ ചർച്ചകൾ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് കേൾക്കുന്നില്ല. പിന്നെ മറ്റൊന്ന്, പുറത്ത് വെച്ച് സിനിമ ചെയ്തിരിക്കുന്നത് മൊത്തം പുതിയ മറ്റ് ക്രൂസാണ്. അതായത് അവിടെയുള്ള ടീമാണ്, ഇവിടെയുള്ള ടീമുകളല്ല. അതൊരു സത്യമാണ്. പിന്നെ പൃഥ്വിരാജുമായിട്ട് അടുത്ത ബന്ധമുള്ള കുറച്ച് പേർക്ക് മാത്രമാണ് ഇത്രയും വലിയ സംഭവങ്ങൾ അറിയുന്നത്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത് ഇവരൊക്കെ പറയുന്നത് ഒരു 3-4 പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമാണെന്നാണ്. ഈ ഇപ്പൊ ലാലേട്ടൻ, ആശീർവാദ്, പിന്നെ പൃഥ്വിരാജ്, മുരളി ഗോപി, ഇവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് മറ്റുള്ള അഭിനയിക്കുന്നവർ അവർ വരുന്നു, അവരുടെ സീൻ അഭിനയിക്കുന്നു, പോകുന്നു. വേറെ അവിടെ കഥ എന്താണെന്നോ മറ്റുള്ള ഡീറ്റെയിൽ ഒരു പരിപാടിയും പുറത്തു പോയിട്ടില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവുമായിരിക്കും. എന്തായാലും സാധാരണ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് വരുമ്പോൾ അങ്ങനെ അറിയാൻ പറ്റും. അതെ, പക്ഷെ ഇത് അതും അറിയാൻ പറ്റുന്നില്ല. കാരണം അതും ഭയങ്കര രഹസ്യമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ടീസർ വരുമ്പോഴും ചിലപ്പം ആ ഒരു തിരിഞ്ഞ് നൃത്തം മാത്രം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു ഇതിൽ. എന്താണെന്നുള്ളത് നോക്കാം. എന്താണെന്നുള്ളത് കണ്ടറിയാം, പ്രാർത്ഥിക്കാം നമുക്ക്. അല്ല, നമ്മൾക്ക് എപ്പോഴും ആ ഒരു വിഷം മുന്നോട്ടുള്ളത് നമ്മളെ ജീവിതത്തെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. എന്താണെങ്കിലും പോവല്ലേ, പോവാ. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.